രണ്ടാം ലോക മഹായുദ്ധകാലത്തും തുടർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തും വിശ്വാസത്തെ പ്രതി ജീവൻ വെടിയേണ്ടി വന്ന 11 രക്തസാക്ഷികളായ വൈദികരെ കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തി. നാസി തടങ്കൽ പാളയങ്ങളിൽ ക്രൂരമായി കൊല്ലപ്പെട്ട 9 പോളിഷ് സലേഷ്യൻ വൈദികരെയും ചെക്കോസ്ലോവാക്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തൂക്കിലേറ്റിയ 2 ചെക്ക് വൈദികരെയുമാണ് ശനിയാഴ്ച നടന്ന പ്രത്യേക ചടങ്ങുകളിൽ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയത്. വിശുദ്ധ പദവിക്കായുള്ള വത്തിക്കാൻ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ മാർസെല്ലോ സെമരാരോ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഫാദർ ഇഗ്നാസി ഡൊബേസ്, ഫാദർ കരോൾ ഗോൾഡ, ഫാദർ ഫ്രാൻസിസ് എവക്, ഫാദർ ഫ്രാൻസിസ് മിസ്ക, ഫാദർ ലുഡ്വിഗ്, ഫാദർ വോഡ്മീർസ്, ഫാദർ കൈസീമിസ് എന്നിവരെയാണ് വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തിയത്. 1939 ജർമ്മനി പോളണ്ട് കീഴടക്കിയതിനു പിന്നാലെ കത്തോലിക്ക വൈദികർക്കെതിരെ നാസികൾ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. അതിക്രൂരമായ പീഡനങ്ങളും പട്ടിണിയും നേരിട്ടാണ് ഇവർ മരണമടഞ്ഞത്.